ഒരു യൂട്യൂബ് ലിങ്ക് ഉണ്ട്. ആ ലിങ്കിൽ ഞാൻ ഇട്ടുതരാം. ആ യൂട്യൂബ് ലിങ്ക് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഇട്ട് തരാം. മറന്നുപോയി അത്. എല്ലാ ദിവസവും എല്ലാ പ്രാവശ്യവും ചെയ്യാറുണ്ടായിരുന്നു. ഓക്കെ, ബ്ലാക്ക് കോട്ടൺ സോയിൽ പറയാം. സെൻട്രൽ പോർഷനിലാണെന്ന് പറഞ്ഞു. സൗത്ത് ഇന്ത്യയിലും ആണ് യൂഷ്വലി കാണപ്പെടുന്നത്. ബസാൾട്ട് ട്രാപ്പ് എന്ന് പറയുന്ന 2 റോക്സ് ഡിസൻറ്റഗ്രേറ്റ് ചെയ്ത് അതിൻ്റെ റെസിജ്വൽ പോർഷൻസ് ആയിട്ടാണ് യൂഷ്വലി ബ്ലാക്ക് കോട്ടൺ സോയിൽ കാണപ്പെടുക. ദെൻ കോട്ടൺ കൾട്ടിവേറ്റ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു സോയിലാണ് ബ്ലാക്ക് കോട്ടൺ സോയിൽ. ഇതിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് ഹൈലി പ്ലാസ്റ്റിക് ആണ്. അതുപോലെ തന്നെ ക്ലേ മിനറലാണ് ഈ ബ്ലാക്ക് കോട്ടൺ സോയിൽ യൂഷ്വലി കാണുന്നത്. അതിലെ ക്ലേ മിനറൽ മോൺമോറലൈറ്റ് എന്ന് പറയുന്ന ഒരു ക്ലേ മിനറലാണ് യൂഷ്വലി ഈ ബ്ലാക്ക് കോട്ടൺ സോയിലിൽ കാണപ്പെടാറുള്ളത്. ദെൻ ഇതിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ ഹൈ ഷ്രിങ്കേജ് ആണ്, സ്വെല്ലിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് കൂടുതലാണ്, ഷിയർ സ്ട്രെങ്ത് വളരെ കുറവാണ്, ഹൈലി കംപ്രസിബിൾ ആൻഡ് ഹാവ് ലോ ബിയറിംഗ് കപ്പാസിറ്റി. അപ്പം ഇത്രയും പ്രോപ്പർട്ടീസ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വേരി ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈ സോയിലിൽ വർക്ക് ചെയ്യാൻ, അതായത് എന്തെങ്കിലും കൺസ്ട്രക്ഷൻസോ കാര്യങ്ങളോ ഒക്കെ നടത്തിയെടുക്കണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അടുത്തത് ലാറ്ററൈറ്റ് സോയിലാണ്. ഓക്കെ, ലാറ്ററൈറ്റ് സോയിലാണ്. ലാറ്ററൈറ്റ് സോയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ യൂഷ്വലി കാണപ്പെടുന്ന ഒരു ടൈപ്പ് സോയിലാണ്. റോക്ക് ഡിസൻറ്റഗ്രേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഡീകമ്പോസിഷൻ ഓഫ് റോക്സ് വഴിയാണ് യൂഷ്വലി ലാറ്ററൈറ്റ് സോയിൽസ് കാണാം. ഡീകമ്പോസ് ചെയ്യുന്ന റോക്കിൽ നിന്ന് നമ്മൾ ബേസും സിലിക്കയും റിമൂവ് ചെയ്യും. അയൺ ഓക്സൈഡും അലുമിനിയം ഓക്സൈഡ് അക്യുമുലേറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് ലാറ്ററൈറ്റ് സോയിൽ എന്ന് പറയുന്ന സോയിൽ ഉണ്ടാവുന്നത്. അയൺ ഓക്സൈഡ്സിൻ്റെ പ്രസൻസ് കൊണ്ടാണ് ലാറ്ററൈറ്റ് സോയിൽ റെഡ് കളർ വരുന്നതും അല്ലെങ്കിൽ ഒരു പിങ്കിഷ് കളറ് യൂഷ്വലി ആ ലാറ്ററൈറ്റ് സോയിലിന് വരാനുള്ള കാരണം. ദെൻ ഇത് ബസാൾട്ട് എന്ന് പറയുന്ന ഒരു റോക്കിൽ നിന്നും യൂഷ്വലി ഈ ലാറ്ററൈറ്റ് സോയിൽ കാണപ്പെടാറുണ്ട്. ദെൻ ഇത് കാണപ്പെടുന്നത് സെൻട്രൽ, സൗത്ത്, ഈസ്റ്റേൺ, ഇന്ത്യയുടെ സെൻട്രൽ പോർഷൻ, ഈസ്റ്റേൺ, സൗതേൺ റീജിയനിലാണ് യൂഷ്വലി ലാറ്ററൈറ്റ് സോയിൽസ് കാണാം. ഇതിൻ്റെ പ്രോപ്പർട്ടീസ് ആണ് ഇനി പറയണത്. സോഫ്റ്റ് ആണ്, നമുക്ക് ചിസൽസ് വെച്ചിട്ട് ഏതൊരു ഷേപ്പിൽ വേണമെങ്കിലും നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ദെൻ അടുത്ത പ്രോപ്പർട്ടി പ്ലാസ്റ്റിസിറ്റി. പ്ലാസ്റ്റിസിറ്റി വളരെ ഡിക്രീസ് ചെയ്യും. ഡെപ്ത് കൂടും തോറും പാരന്റ് റോക്കിൽ നിന്ന് പാരന്റ് റോക്കിലേക്ക് നമ്മൾ അപ്രോച്ച് ചെയ്യും തോറും അതിൻ്റെ പ്ലാസ്റ്റിസിറ്റി വളരെ കുറഞ്ഞു പോകും. പ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ ഏതൊരു ഷേപ്പിലേക്ക് മൗൾഡ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റിനെയാണ് പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുക. അപ്പോൾ നമ്മൾ സെൻട്രൽ പോർഷൻ, ആ ഒരു ലാറ്ററൈറ്റ് റോക്കിൻ്റെ സെൻട്രൽ പോർഷൻ പാരന്റ് റോക്കിനോട് ചെല്ലും തോറും പ്ലാസ്റ്റിസിറ്റി ബിഹേവിയർ അതിന് നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. ദെൻ അയൺ ഓക്സൈഡിൻ്റെ പ്രസൻസ് ഉള്ളത് കൊണ്ട് സ്പെസിഫിക് ഗ്രാവിറ്റി വളരെ ഈ റോക്കിന് അല്ലെങ്കിൽ ഈ സോയിലിന് കൂടുതലായിരിക്കും. ദെൻ നെക്സ്റ്റ് വൺ ഡെസേർട്ട് സോയിൽ, നാലാമത്തെ. ഡെസേർട്ട് സോയിൽ യൂഷ്വലി ഇന്ത്യയുടെ രാജസ്ഥാൻ അല്ലെങ്കിൽ അതിന് ചുറ്റപ്പെട്ട് കാണുന്ന ഏരിയാസിലാണ് യൂഷ്വലി ഡെസേർട്ട് സോയിൽ കാണുക. അതിനെ സാൻഡ് ഡ്യൂൺസ്, പൊടിമണലില്ലേ, അതിങ്ങനെ സാൻഡ് ഡ്യൂൺസ് എന്നാണ് യൂഷ്വലി പറയുക. യൂണിഫോം ഗ്രഡേഷൻ ആണ്, ഒരേപോലെയുള്ള ഗ്രെയിൻ സൈസിലുള്ള പാർട്ടിക്കിൾസ് ആയിട്ടാണ് യൂഷ്വലി സാൻഡ് ഡ്യൂൺസ് കാണപ്പെടാറുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് നോൺ പ്ലാസ്റ്റിക് ആണ്, നമുക്ക് ഒരു ഷേപ്പിലേക്കും ഇതിനെ മൗൾഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് നോൺ പ്ലാസ്റ്റിക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഹൈലി പോറസും ആണ്. ലൂസ് കണ്ടീഷനാണ് യൂഷ്വലി ഈ സാൻഡ് കാണുന്നത്. നമുക്ക് അറിയാം അത്ര തിക്നെസ് ഒന്നും അല്ല, അല്ലെങ്കിൽ സ്ട്രെങ്ത് കുറവാണ് ഈ സോയിലിന്. ലൂസ് കണ്ടീഷനിലാണ് യൂഷ്വലി കാണുന്നത്. അതുകൊണ്ട് തന്നെ ഡെൻസിഫിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ചെയ്താൽ മാത്രമാണ് യൂഷ്വലി ഈ സാൻഡിന് സ്ട്രെങ്ത് ഉണ്ടാവുകയുള്ളൂ. ലാസ്റ്റ് വൺ മറൈൻ ഡിപ്പോസിറ്റ്. യൂഷ്വലി സൗത്ത് വെസ്റ്റ് കോസ്റ്റിലാണ് കാണപ്പെടാറുള്ളത്. ഡെപ്ത് ഒരുപാട് ഡീപ്പ് പോർഷനിലേക്ക് എത്തും തോറും ഇതിൻ്റെ ക്ലേ പോർഷൻ എന്ന് പറയുന്നത് വളരെ സോഫ്റ്റ് ആയിരിക്കും. പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ലോ ഷിയറിംഗ് സ്ട്രെങ്ത്തും ഹൈലി കംപ്രസിബിളും ആണ്. ഓർഗാനിക് മാറ്റേഴ്സ് വളരെ കൂടുതലുള്ളത് കൊണ്ടാണ് സോഫ്റ്റ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഹൈലി പ്ലാസ്റ്റിക്കുമാണ്. ഇതാണ് 5 ടൈപ്പ് സോയിൽസ്. വെരി ഇമ്പോർട്ടൻറ്റ്. ഇതെപ്പോഴും എങ്ങനെയെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ച് കാണുന്ന ഒരു ക്വസ്റ്റ്യനാണ്. നെക്സ്റ്റ് വൺ നമ്മളിനി പറയാൻ പോകുന്ന സോയിൽ എന്താണെന്നും സോയിലിൻ്റെ ബേസിക് പ്രോപ്പർട്ടീസ് എന്താണെന്നുമാണ്. കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട് സോയിലിന്. ആ ബേസിക് പ്രോപ്പർട്ടീസ് എല്ലാം പഠിക്കണം. ആ ഇക്വേഷൻസ് എപ്പോൾ ചോദിച്ചാലും പഠിക്കാൻ പാകത്തിന് പഠിച്ചാലാണ് നമുക്ക് GT1 ആണെങ്കിലും GT2 ആണെങ്കിലും പ്രോബ്ലംസ് ഉണ്ട് അത് റിലേറ്റ് ചെയ്ത് നമുക്ക് റിലേറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം
ഇനി പറയാൻ പോകുന്ന ഇക്വേഷൻസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്, ഒന്നും മിസ്സാക്കരുത്. എല്ലാ ഇക്വേഷൻസും വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി സോയിൽ എന്ന് പറഞ്ഞാൽ ഒരു ലാറ്റിൻ വേർഡാണ്. സോളിയം എന്ന് പറയുന്ന ഒരു ലാറ്റിൻ വേർഡിൽ നിന്നാണ് യൂഷ്വലി സോയിൽ എന്ന് പറയുന്ന ഒരു ടേം ഡിറൈവ് ചെയ്തത്. ഇനി ഇതൊരു സോയിൽ മാസാണ്. ഇങ്ങനൊരു സോയിൽ മാസ് എടുത്താൽ നമ്മൾ കയ്യിലൊരു കുറച്ച് സോയിൽ സാമ്പിൾ എടുത്തു എന്ന് വിചാരിക്കാം. ആ സോയിൽ എന്തൊക്കെ ഉണ്ടാവും? കുറച്ച് മണ്ണ് ഉണ്ടാവും, സോളിഡ് പാർട്ടിക്കിൾ എന്ന് പറയുകയാണ് ഞാൻ അതിനെ. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ എന്തുണ്ടാവും? വോയിഡ് ഉണ്ടാവും. വോയിഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഗ്യാപ്പ്, അല്ലെങ്കിൽ സോയിൽ ഇങ്ങനെ ജോയിൻ ചെയ്തിരിക്കാത്ത വോയിഡ്സ് എന്ന് പറയുന്നൊരു പോർഷൻ ഉണ്ടാവും. ആ വോയിഡ്സിൽ കുറച്ച് പോർഷനിൽ വാട്ടർ ഉണ്ടാവാം, കുറച്ച് പോർഷനിൽ എന്തായിരിക്കും? എയർ വെച്ചായിരിക്കും ആ വോയിഡ് ഫില്ല് ചെയ്യുക. അപ്പോൾ ഒരു സോയിൽ നമ്മളൊരു ബ്ലോക്ക് ഡയഗ്രാം ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് എന്തൊക്കെ പോർഷൻസ് ഉണ്ട്? ഒരു സോളിഡ് പോർഷൻ കാണും, ദെൻ വോയിഡ് കാണും. ആ വോയിഡിൽ എന്തുണ്ട്? വാട്ടറും കാണും, എയറും കാണും. അങ്ങനെ നമ്മളൊരു ബ്ലോക്ക് ഡയഗ്രാം ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്തതാണ് ഈ ഫിഗർ എന്ന് പറയുന്നത്. അതിനെ നമ്മൾ 3 ഫേസ് ഡയഗ്രാം എന്ന് പറയും. വെരി ഇമ്പോർട്ടൻറ്റ്. ഒരു സോയിൽ മാസിനെ നമ്മളൊരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷനിൽ കാണിക്കുവാണെങ്കിൽ അതിനെ നമ്മൾ യൂഷ്വലി ഒരു 3 ഫേസ് ഡയഗ്രാം അല്ലെങ്കിൽ ഒരു ബ്ലോക്ക് ഡയഗ്രാം ആയിട്ടാണ് കാണിക്കുക. ആ ബ്ലോക്ക് ഡയഗ്രത്തിൽ സോളിഡ് പോർഷൻ, സോയിലിൻ്റെ സോളിഡ് പോലുള്ള പോർഷൻസ്, ദെൻ വോയിഡ് ആണ്, വോയിഡിൽ വാട്ടറും എയറും കാണും. ഇതിനെയാണ് 3 ഫേസ് ഡയഗ്രാം എന്ന് പറയുക. വെരി ഇമ്പോർട്ടൻറ്റ്, ഇതും ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഇനി ഈ 3 ഫേസ് ഡയഗ്രാം അല്ലാതെ നമുക്ക് 2 ഫേസ് ഡയഗ്രാം ആയിട്ടും സോയിൽ സാമ്പിളിനെ റെപ്രസെൻറ്റ് ചെയ്യാം. 2 ഫേസ് എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ മാത്രമേ വരുള്ളൂ? സോളിഡും വോയിഡും. ആ വോയിഡിൽ ഒന്നെങ്കിൽ എയർ മാത്രമായിരിക്കും, അല്ലെങ്കിൽ വാട്ടർ മാത്രം. സോളിഡും എയറും മാത്രമേ ഉള്ളൂങ്കിൽ സോയിലിന് ഒരു മാസ് എടുത്താൽ അതിൽ സോളിഡ് പാർട്ടിക്കിളും ബാക്കിയുള്ള വോയിഡ് ഫുൾ എയർ വെച്ചാണ് ഫില്ല് ചെയ്തേക്കണമെങ്കിൽ അതിനെ നമ്മൾ ഡ്രൈ സോയിൽ എന്ന് പറയും. എയർ മാത്രമാണെങ്കിൽ ഡ്രൈ കണ്ടീഷനാണ്, വാട്ടറിൻ്റെ അംശം ഒട്ടുമില്ല വോയിഡ്സിൽ, അതുകൊണ്ട് അതിനെ ഡ്രൈ സോയിൽ അല്ലെങ്കിൽ ഡ്രൈ ഫേസ് എന്ന് പറയും. രണ്ടാമത്തെ ഫേസ് 2 ഫേസ്, ഇതിൻ്റെ അടുത്തൊരു ഫേസ് വരുന്നതാണ് സാച്ചുറേറ്റഡ് സോയിൽ. സോളിഡ് പാർട്ടിക്കിളും കാണും, ആ വോയിഡ് ഫുൾ എന്താണ്? വാട്ടർ വായിച്ചായിരിക്കും ഫില്ല് ചെയ്തിരിക്കുന്നത്. അങ്ങനെയുള്ളതിനെ നമ്മൾ സാച്ചുറേറ്റഡ് സോയിൽ എന്ന് പറയും. അവിടെ എയർ എന്ന് പറയുന്നത് ഉണ്ടാവുകയില്ല. ക്ലിയർ ആയോ? ഈ പറഞ്ഞ കാര്യങ്ങൾ അത്രയും മനസ്സിലായോ? ഓക്കെ. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കുക. ഈ നമ്മൾ സൈഡിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് വോളിയം, മാസ് എന്നൊക്കെ പറഞ്ഞു. നമ്മൾ എപ്പോഴും ഒരു ഫേസ് ഡയഗ്രാം കാണിക്കുമ്പം അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ആ ഫേസ് ഡയഗ്രത്തിൻ്റെ വോളിയവും റൈറ്റ് സൈഡിൽ മാസുമായിരിക്കും യൂഷ്വലി റെപ്രസെൻറ്റ് ചെയ്യുക. ഒരു ഫേസ് ഡയഗ്രാം വരച്ചു കഴിഞ്ഞാൽ ആ ഫേസ് ഡയഗ്രത്തിൻ്റെ ലെഫ്റ്റ് സൈഡിൽ വോളിയവും റൈറ്റ് സൈഡിൽ മാസുമായിരിക്കും നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. മാസ് അല്ലെങ്കിൽ വെയിറ്റ്. ദെൻ ഇപ്പം ഇത് നോക്കുക, നമ്മൾ ഈ കൺസിഡർ ചെയ്യുന്ന ഒരു സോയിൽ മാസ്, അതിൻ്റെ ടോട്ടൽ വോളിയം V ലെഫ്റ്റ് സൈഡിൽ കാണിക്കുന്നു. എത്ര പോർഷൻ സോളിഡ്സ് ഉണ്ടോ ആ സോളിഡ്സിൻ്റെ മൊത്തം വോളിയം നമ്മൾ V സഫിക്സ് S കൊണ്ട് മാർക്ക് ചെയ്യുന്നു. വോളിയം ഓഫ് സോളിഡ് എന്നാണ് അർത്ഥം. അടുത്തത് എയർ ഇരിക്കുന്ന പോർഷൻ, അതിൻ്റെ വോളിയം VA ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു. കറസ്പോണ്ടിങ്ങിലി മാസ് ആണ് റൈറ്റ് സൈഡിൽ കാണിക്കുക. ടോട്ടൽ മാസ് M, സോളിഡ്സിൻ്റെ മാസ് MS എന്നും എയറിൻ്റെ മാസ് MA. എയറിന് മാസ് എന്ന് പറയുന്നത് എത്രയാണ്? 0 ആണ്. മാസ് ഓഫ് എയർ 0 ആണ്, അതുകൊണ്ട് MA = 0 എന്ന് എഴുതാൻ കാരണം. അടുത്തത് സാച്ചുറേറ്റഡ്, സെയിം പോലെ തന്നെ സോളിഡ്സിൻ്റെ വോളിയം VS എന്നും വാട്ടറിൻ്റെ വോളിയം VW എന്നും. എയറിന് പകരം വാട്ടർ ആണ്, അപ്പോൾ വാട്ടറിൻ്റെ വോളിയം VW. കറസ്പോണ്ടിങ് മാസ് MW. ക്ലിയർ ആയോ? ഓക്കെ. ഇനി ഒരു 3 ഫേസ് ഡയഗ്രാം. 3 ഫേസ് ഡയഗ്രത്തിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാനാണ് ഈ കാണിച്ചിരിക്കുന്നത്. 3 ഫേസ് ഡയഗ്രാം ആകുമ്പോൾ 3 കമ്പോണൻസ് ഉണ്ട്. സോളിഡ് ഉണ്ട്, വാട്ടർ ഉണ്ട്, എയർ ഉണ്ട്. അപ്പോൾ സോളിഡിൻ്റെ വോളിയം VS എന്നും വാട്ടറിൻ്റെ വോളിയം VA എന്നും എയറിൻ്റെ VW എന്നും വാട്ടറിൻ്റെ വോളിയം VA എന്നുമായിട്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക.
അതിലെ എയറിൻ്റെയും വാട്ടറിൻ്റെയും ടോട്ടൽ വോളിയം, ഈ രണ്ട് വോളിയം എയറും വാട്ടറും കൂടെ കൂടുന്ന വോളിയത്തിനെ നമ്മൾ VV വോളിയം ഓഫ് വോയിഡ് എന്ന് പറയും. ടോട്ടൽ വോളിയമാണ് V. ഓക്കെ, അതേപോലെ തന്നെ മാസ് ഓഫ് എയർ MA, വാട്ടറിൻ്റെ മാസ് MW, സോളിഡ്സിൻ്റെ മാസ് MS. ഇനി ഈ ഡയഗ്രത്തിൽ ഒരേ വ്യത്യാസമുള്ളൂ, വോളിയം അതുപോലെ തന്നെ, ഇപ്പുറത്തെ റൈറ്റ് സൈഡിൽ മാസിന് പകരം വെയിറ്റ് കാണിച്ചു എന്നുള്ളൂ. സോളിഡ്സിൻ്റെ വെയിറ്റ് WS, വാട്ടറിൻ്റെ വെയിറ്റ് WW, എയറിൻ്റെ വെയിറ്റ് WA, ടോട്ടൽ വെയിറ്റ് W. എന്താ മാസും വെയിറ്റും തമ്മിലുള്ള വ്യത്യാസം? മാസും വെയിറ്റും തമ്മിലുള്ള വ്യത്യാസം മാസിന്റെ ആക്സിലറേഷൻ റേറ്റ് ഗ്രാവിറ്റി വെയിറ്റ്. ഓക്കെ, മാസിന്റെ ഇത്, അതായത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സും കൂടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ആ ഒരു കമ്പോണന്റിനെയാണ് നമ്മൾ എന്ത് പറയുക? വെയിറ്റ് എന്ന് പറയുക. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇല്ലാതെ നമ്മൾ കൺസിഡർ ചെയ്യുന്നതാണ് എന്ത്? മാസ് എന്ന് പറയുന്നത്. ദെൻ ഇനി ഈ ഫിഗർ വെച്ചിട്ടുള്ള ഒരു ഇക്വേഷനാണ് നമ്മൾ എഴുതിയേക്കണേ. ഒരു സോയിൽ സാമ്പിൾ എടുത്താൽ അതിൻ്റെ ടോട്ടൽ വോളിയം നമ്മൾ V എന്ന് പറയും. അതിലെ 3 വോളിയം കൂടെ ആഡ് ചെയ്യണം, സോളിഡ്സിൻ്റെ വോളിയം. ഈ VS എപ്പോഴും സോളിഡ് ആണെന്ന് ഓർക്കുക, സോയിൽ എന്ന് എഴുതരുത്, നമുക്ക് കൺഫ്യൂഷൻ ആകും. ഓക്കെ, അപ്പം VSഉം VA, VW. അതിൽ വോയിഡിൻ്റെ VV എന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് വോയിഡ് ആണ്. അതിൻ്റെ വോളിയം എന്ന് പറയുന്നത് എയറിൻ്റെയും വാട്ടറിൻ്റെയും വോളിയം ആഡ് ചെയ്യുന്നതാണ്. സിമിലർലി മാസും, ടോട്ടൽ മാസ് എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് സോളിഡ്, മാസ് ഓഫ് വാട്ടർ, മാസ് ഓഫ് എയർ. മാസ് ഓഫ് എയർ 0 ആയതുകൊണ്ട് നമുക്ക് എഴുതാം ടോട്ടൽ മാസ് M is equal to MS plus MW. ഓക്കെ, നിങ്ങൾ ഇത് എഴുതുന്നുണ്ടോ? ഹലോ, നോട്ടുണ്ട്, എഴുതണം എന്ന് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വെയിറ്റ് ചെയ്യാം, അതാണ് പറഞ്ഞത്. കാരണം ഈ ഡയഗ്രാം വേണമെങ്കിൽ വരച്ചു വെച്ചു, 2 ഫേസ് ഡയഗ്രത്തിന്റെ ഈ റെപ്രസെൻറ്റേഷനും 3 ഫേസ് ഡയഗ്രത്തിന്റെ ഈ റെപ്രസെൻറ്റേഷനും ലൈവായിട്ട് ക്ലാസ്സിൽ എഴുതണമെങ്കിൽ എഴുതുക, ഞാൻ വെയിറ്റ് ചെയ്യാം, അതാണ് പറഞ്ഞത്. ക്ലാസ് കണ്ടിന്യൂ ചെയ്ത് നോട്ട് ഷെയർ ചെയ്യണമെങ്കിൽ അപ്പോൾ എഴുതി തീർത്താൽ പോരെ? നിങ്ങളുടെ ഇഷ്ടം, എനിക്ക് ഒരു കുഴപ്പമില്ല. പക്ഷേ ഇനി ഞാൻ പറയാൻ പോകുന്നത് കുറച്ച് ബേസിക് പ്രോപ്പർട്ടീസ് ആണ്. അത് ഒരു പ്രാവശ്യമെങ്കിലും ലൈവ് ക്ലാസ്സിൽ എഴുതുമായിരിക്കും നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അല്ലാതെ നിങ്ങൾ ഫോട്ടോസ്റ്റാറ്റ് നോക്കി പഠിക്കുമ്പോൾ ചിലപ്പോൾ പഠിക്കണം എന്നില്ല. അല്ല, ഞാൻ പറഞ്ഞു ഇത്ര എഴുതിയില്ലെങ്കിലും എനിക്ക് വിരോധമില്ല. പക്ഷെ ഇനി ഞാൻ കാണിച്ചു തരാം. ഇനി കാണിക്കണ കുറേ ഇക്വേഷൻസ് ആണ്, ഒരു 8, 9, 10 ഇക്വേഷൻസോളം ഉണ്ട്. ഈ ഇക്വേഷൻസ് എല്ലാം ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ എഴുതുമായിരിക്കും, പഠിക്കാൻ എളുപ്പം. അതുകൊണ്ടാണ് ഞാൻ മറ്റേ പോർഷൻ എഴുതിയില്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല, പക്ഷേ ഈ ഇക്വേഷൻസ് എഴുതണം, നിർബന്ധമായി എഴുതണം. ഞാൻ ടൈം തരാം എഴുതാനായിട്ടും, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ടച്ച് ഇല്ലാണ്ടായി പോകും, അതാണ്. ഓക്കെ, ഇതുവരെ എല്ലാവർക്കും ഓക്കെ ആണോ? 2 ഫേസ് ഡയഗ്രാം, 3 ഫേസ് ഡയഗ്രാം, ഈ നൊട്ടേഷൻസും ഇതും ഒക്കെ കറക്റ്റായിട്ട് മനസ്സിലാക്കി വെക്കുക. എന്താണ് വോളിയം ഓഫ് വോയിഡ്? എയറും വാട്ടറും കൂടെ കൂടുന്നതാണ് വോളിയം ഓഫ് വോയിഡ്. ആ സോയിൽ മാസിലെ സോളിഡ് പാർട്ടിക്കിൾ, സോയിലിലെ സോളിഡ് പാർട്ടിക്കിൾ ആണ് നമ്മൾ VS ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യുക. അതെല്ലാം കറക്റ്റായിട്ട് മനസ്സിലാക്കി വെക്കുക. കാരണം ഇനി വരാൻ പോകുന്ന ബേസിക് ഇക്വേഷൻസ് എല്ലാം ഈ ഡയഗ്രാം വെച്ചിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും, അല്ലെങ്കിൽ ഇത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള റിലേഷൻസ് നമുക്ക് ഈ ഡയഗ്രത്തിലൂടെ കാണിക്കാൻ പറ്റും. ഓക്കെ, നോട്ട് എടുത്തോളാം. ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻസ് ആണ്. ഇക്വേഷൻസ് ഒരു പ്രാവശ്യമെങ്കിലും എഴുതാം. ഓക്കെ, ഞാൻ കാണിച്ചു തരാം. കുറച്ചുകൂടെ താഴെ എഴുതി കഴിയുമ്പോൾ ഒന്ന് പറയണേ, എഴുതി കഴിയണവർ, എന്നാലാണ് എനിക്ക് അടുത്ത ക്ലാസ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒത്തിരി ഡിലേ ആവുമല്ലോ.
തൊട്ട് താഴെ അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാവില്ല നിങ്ങൾ എഴുതുന്നുണ്ടോ എഴുതിയില്ലയോ ഒന്നും ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവില്ല. ഓക്കെ, ഉം. ഇനി പറയുന്ന ബേസിക് സോയിൽ പ്രോപ്പർട്ടീസ് ആണ്. അപ്പം ബേസിക് സോയിൽ പ്രോപ്പർട്ടീസ് ഹെഡിങ് കൊടുക്കുക. ഈ ഓരോ ഹെഡിങ്ങും ഓരോ ഇക്വേഷൻസും പറയാം എന്താന്ന്. ആ ഇക്വേഷൻസ് സെൻറ്റൻസ് ആയിട്ട് എഴുതിയില്ലെങ്കിലും വാട്ടർ കണ്ടന്റ് എഴുതുക, അതിൻ്റെ ഇക്വേഷൻ ആണെങ്കിലും ഒന്ന് എഴുതി വെക്കുക. ഓക്കെ, അത്രയും മാത്രമാണെങ്കിലും എഴുതി വയ്ക്കുക. കാരണം ഒരു പ്രാവശ്യമെങ്കിലും ആ ഇക്വേഷൻ എഴുതിയാലാണ് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോഴാണെങ്കിലും കുറച്ച് എളുപ്പമുണ്ട്, അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഫസ്റ്റ് സോയിലിൻ്റെ പ്രോപ്പർട്ടി ആയിട്ട് പറയണതാണ് വാട്ടർ കണ്ടന്റ്. എന്താ വാട്ടർ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ മോയ്സ്ചർ കണ്ടന്റ് എന്താ അത്? ഒരു സോയിലിലെ വാട്ടർ കണ്ടന്റ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? ഒരു സോയിൽ സാമ്പിൾ കൈ തന്നു, അതിന് നമുക്ക് വാട്ടർ കണ്ടന്റ് കണ്ടുപിടിക്കണം. എത്രത്തോളം വാട്ടർ ഉണ്ടെന്ന് അറിയണം അതിനകത്ത്. എങ്ങനെ കണ്ടുപിടിക്കും? ഓർക്കണ്ടോ? അതിന്റെ വെയിറ്റ് കണ്ടുപിടിച്ചിട്ട് അതിന് ഡ്രൈ ചെയ്തിട്ടുള്ള വെയിറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ, വെയിറ്റ് കാണും. നമ്മൾ സാമ്പിൾ എടുത്താൽ സാമ്പിൾ വെയിറ്റ് എടുക്കും, അതിനുശേഷം അതിന് ഓവൻ ഡ്രൈ ചെയ്യും 24 hours. ദെൻ നമ്മൾ ആ വെയിറ്റ് ഓവൻ ഡ്രൈ ചെയ്തതിന് ശേഷമുള്ള വെയിറ്റ് എടുക്കും. ദെൻ ആ വെയിറ്റ് ആണ് വെച്ചിട്ട് വെയിറ്റിൻ്റെ ഡിഫറൻസ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, വാട്ടർ കണ്ടന്റ് യൂഷ്വലി കാണപ്പെടുന്നത്. വാട്ടർ കണ്ടന്റ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് സ്മോൾ ലെറ്റർ W വെച്ചിട്ടാണ്. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് മാസ് ഓഫ് വാട്ടർ ടു മാസ് ഓഫ് സോളിഡ്സ്. മാസ് ഓഫ് വാട്ടർ ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സോളിഡ്സ്. നമ്മൾ എടുക്കുന്ന സോയിൽ സാമ്പിളിലെ വാട്ടറിൻ്റെ മാസ് നമുക്ക് കിട്ടും, അത് ഡിവൈഡഡ് ബൈ എത്രത്തോളം സോളിഡ് പോർഷൻസ് ഉണ്ടോ അതിൻ്റെ മാസ്. ആ റേഷ്യോനെയാണ് നമ്മൾ എന്ത് പറയുക, വാട്ടർ കണ്ടന്റ് എന്ന് പറയുക. യൂഷ്വലി അത് പെർസെൻറ്റേജിലാണ് എക്സ്പ്രസ് ചെയ്യുക. ഓക്കെ, അപ്പം വാട്ടർ കണ്ടന്റ് സ്മോൾ ലെറ്റർ W എന്ന് എഴുതിയിട്ട് ഈ ഇക്വേഷൻ എഴുതി വയ്ക്കുക. MW MS എന്താണെന്ന് ഇപ്പോൾ ഫിഗറിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടല്ലോ. മാസ് ഓഫ് വാട്ടർ, മാസ് ഓഫ് സോളിഡ്സ്. ഓക്കെ, എഴുതിയോ? ഓക്കെ, അടുത്ത പ്രോപ്പർട്ടിയാണ് വോയിഡ് റേഷ്യോ. സ്മോൾ ലെറ്റർ E കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുക. വോയിഡ് റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വോളിയം ഓഫ് വോയിഡ് ടു വോളിയം ഓഫ് സോളിഡ്സ്. ഇറ്റ്സ് ദ റേഷ്യോ ഓഫ് വോളിയം ഓഫ് വോയിഡ് ടു വോളിയം ഓഫ് സോളിഡ്സ്. എത്രത്തോളം വോയിഡിൻ്റെ വോളിയം ഉണ്ട് അത് ഡിവൈഡഡ് ബൈ സോയിൽ സാമ്പിളിലെ സോളിഡിൻ്റെ വോളിയം. അതിനെയാണ് വോയിഡ് റേഷ്യോ എന്ന് പറയുക. യൂഷ്വലി ഡെസിമൽസ് ആണ്, 1ൽ താഴെയുള്ള വാല്യൂ ആണ് നമുക്ക് യൂഷ്വലി വോയിഡ് റേഷ്യോ ആയിട്ട് കിട്ടാറുള്ളത്. വളരെ റെയർ സോയിൽസിൽ, വളരെ വിരളമായുള്ള സോയിൽസിനാണ് യൂഷ്വലി 1ൽ കൂടുതൽ വോയിഡ് റേഷ്യോൻ്റെ വാല്യൂസ് നമ്മൾ കാണാറുള്ളൂ. അപ്പോൾ എപ്പോഴും വോയിഡ് റേഷ്യോയുടെ വാല്യൂ മോസ്റ്റ് പ്രോബബ്ലി 1ൽ താഴെ ആയിരിക്കും. ചില സ്പെഷ്യൽ കേസുകളിൽ മാത്രമാണ് 1ന് എബോവ് വോയിഡ് റേഷ്യോൻ്റെ വാല്യൂ വരാറുള്ളൂ. ഓക്കെ, ഓക്കെ. ഇനി കോഴ്സ് ഗ്രെയിനും ഫൈൻ ഗ്രെയിൻ സോയിൽസും ഉണ്ട്. എന്താ കോഴ്സ് ഗ്രെയിനും ഫൈൻ ഗ്രെയിൻ എന്ന് പറഞ്ഞാൽ? സോയിലിന് ക്ലാസിഫിക്കേഷൻ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത മൊഡ്യൂളിൽ വന്നിട്ടുണ്ട്. ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, കോഴ്സ് ഗ്രെയിൻഡ് പാർട്ടിക്കിൾസ്, ഫൈൻ ഗ്രെയിൻഡ് പാർട്ടിക്കിൾസ്. എന്താ അത്? സൈസ് കൂടിയതും കുറയും. അതായത് 4.75 mm സൈസിൽ താഴെയുള്ളതിനെ നമ്മൾ ഫൈൻ ഗ്രെയിൻ എന്ന് പറയും. 4.75 mm മുകളിലുള്ള പാർട്ടിക്കിൾസിനെ നമ്മൾ കോഴ്സ് ഗ്രെയിൻ പാർട്ടിക്കിൾസ് എന്ന് പറയും. അപ്പം നമ്മൾ വോയിഡ് റേഷ്യോ നോക്കുവാണ് എങ്കിൽ കോഴ്സ് ഗ്രെയിൻഡ് പാർട്ടിക്കിൾസിന് കമ്പയർ ടു ഫൈൻ ഗ്രെയിനുമായിട്ട് കമ്പയർ ചെയ്യുമ്പം കോഴ്സ് ഗ്രെയിനിന് വോയിഡ് റേഷ്യോ വളരെ കുറവായിരിക്കും. എപ്പോഴും അത് ഓർത്ത് വയ്ക്കുക. ഫൈൻ ഗ്രെയിനിനേക്കാളും കോഴ്സ് ഗ്രെയിനിന് വോയിഡ് റേഷ്യോ യൂഷ്വലി കുറവായിരിക്കും.
ഇതൊക്കെ ചെറിയ ഹിൻറ്റുകളാണ്, നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പ്രോബ്ലം ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ആവശ്യം വരാം. ദെൻ അടുത്ത ടേം എന്ന് പറയുന്നത് പോറോസിറ്റി. സ്മോൾ ലെറ്റർ N കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുക. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് വോളിയം ഓഫ് വോയിഡ് ടു ടോട്ടൽ വോളിയം ഓഫ് സോയിൽ മാസ് ആണ്. വോയിഡിൻ്റെ വോളിയം ഡിവൈഡഡ് ബൈ നമ്മൾ എടുക്കുന്ന സോയിൽ മാസിൻ്റെ ടോട്ടൽ വോളിയം, അതാണ് V ആയിട്ട് ഡിനോട്ട് ചെയ്തേക്കണം. അത് യൂഷ്വലി പെർസെൻറ്റേജിലാണ് നമ്മൾ കാണിക്കാറുള്ളത്. വേറൊരു പേരും കൂടെ പറയും, പെർസെൻറ്റേജ് വോയിഡ്സ് എന്നും നമ്മൾ പോറോസിറ്റിക്ക് പറയാറുണ്ട്. പോറോസിറ്റി എന്ന് പറഞ്ഞാൽ സ്മോൾ ലെറ്റർ N കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുക. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് വോളിയം ഓഫ് വോയിഡ്സ് ടു ടോട്ടൽ വോളിയം. ടോട്ടൽ വോളിയം ഓഫ് സോയിൽ സാമ്പിൾ അല്ലെങ്കിൽ ടോട്ടൽ വോളിയം expressed in percentage. It is also known as percentage voids. Okay, എഴുതിയോ? ഓക്കെ, നെക്സ്റ്റ് ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ. ക്യാപിറ്റൽ ലെറ്റർ S കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുക. ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രത്തോളം സാച്ചുറേറ്റഡ് ആണ് സോയിൽ, അതാണ് മെയിൻ ചെയ്യുക. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് വോളിയം ഓഫ് വാട്ടർ ബൈ വോളിയം ഓഫ് വോയിഡ്. നമ്മളൊരു വോയിഡ് എടുത്താൽ അതിൽ എത്രത്തോളം വാട്ടർ വെച്ച് ഫില്ല് ചെയ്തിട്ടുണ്ട്, ആ റേഷ്യോ ആണ് ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ എന്ന് പറയുക. പെർസെൻറ്റേജിലാണ് നമ്മൾ യൂഷ്വലി കാണിക്കാറുള്ളത്. ഇനി ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ, നമുക്കൊരു സോയിൽ സാമ്പിൾ തന്നിട്ട് പറയുകയാണ് S is equal to 0 ആണ്. ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ എന്ന് പറയുന്നത് 0 ആണ്. അതിനർത്ഥം എന്താണ്? സാച്ചുറേഷൻ എന്ന് പറയുന്നത് 0 ആണ്. സാച്ചുറേഷൻ എന്ന് പറഞ്ഞു വോയിഡിൽ എത്രത്തോളം വാട്ടർ ഉണ്ടെന്നുള്ളതാണ് നമ്മൾ സാച്ചുറേഷൻ എന്ന് പറയുന്ന ടേമിലൂടെ കാണിക്കുന്നത്. അപ്പം നമുക്ക് പ്രോബ്ലം പറയുകയാണ് എ സോയിൽ സാമ്പിൾ ഓഫ് സാച്ചുറേഷൻ 0% എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ മീൻ ചെയ്യുക? വോയിഡ്സിൽ എന്തില്ല? വാട്ടർ ഇല്ല. അവിടെ എന്ത് മാത്രമേ ഉള്ളൂ? എയർ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനെ ഡ്രൈ സോയിൽ എന്ന് പറയും. ഇനി നമ്മളോട് പറയാണ് 100% സാച്ചുറേഷൻ അല്ലെങ്കിൽ ഫുള്ളി സാച്ചുറേറ്റഡ് എന്ന് പറയാണ്. അങ്ങനെ ആവുമ്പോൾ എന്താ അർത്ഥം? 100% ആണ് സാച്ചുറേഷൻ, 100% ആണെന്ന് പറഞ്ഞാൽ എന്താണ്? വോയിഡ് ഫുൾ വാട്ടർ വെച്ചിട്ടാണ് ഫില്ല് ചെയ്തേക്കണേ, അവിടെ എയർ ഇല്ല. അതിനെയാണ് S is equal to 100% അല്ലെങ്കിൽ അതിനെ നമ്മൾ പറയും ഫുള്ളി സാച്ചുറേറ്റഡ് സോയിൽ. ഓക്കെ, അടുത്തത് പെർസെൻറ്റേജ് ഓഫ് എയർ വോയിഡ്സ്. പറയട്ടെ, പെർസെൻറ്റേജ് വോയിഡ്സ് N സഫിക്സ് A ആണ് ഡിനോഷൻ. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് വോളിയം ഓഫ് എയർ VA, വോളിയം ഓഫ് എയർ ടു ടോട്ടൽ വോളിയം. അതിനെയാണ് പെർസെൻറ്റേജ് എയർ വോയിഡ്സ് എന്ന് പറയുക, എക്സ്പ്രസ്ഡ് ഇൻ പെർസെൻറ്റേജ്. അടുത്തൊരു സാധനം എയർ കണ്ടന്റ് ആണ്, അതിനെ A സഫിക്സ് E എന്ന് പറയും. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് വോളിയം ഓഫ് എയർ ടു വോളിയം ഓഫ് വോയിഡ് ആണ്. ആദ്യത്തെ വോളിയം ഓഫ് എയർ ടു ടോട്ടൽ വോളിയം ആണ്, രണ്ടാമത്തെ വോളിയം ഓഫ് എയർ ടു വോളിയം ഓഫ് വോയിഡ് ആണ്. രണ്ടും പെർസെൻറ്റേജിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. തിരിഞ്ഞു പോകരുത് എഴുതുമ്പോൾ. പെർസെൻറ്റേജ് ഓഫ് എയർ വോയിഡ്സ് N. പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ വോളിയം ആണെന്ന് ഓർക്കുക. എയർ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വോളിയം ഓഫ് വോയിഡിൻ്റെ റേഷ്യോയിലായിരിക്കും പറയാമെന്ന് ഓർക്കുക. എഴുതിയോ ഉത്തരം? ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ സ്പെസിഫിക് ഗ്രാവിറ്റി. എന്താ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ?
സാമ്പിൾ എടുത്താൽ, നമ്മൾ എന്തൊരു സാധനം എടുത്തിട്ട് വാട്ടറിന് തത്തുല്യമായ വെയിറ്റ് അല്ലെങ്കിൽ വാട്ടറിൻ്റെ വെയിറ്റിനോട് ഈക്വൽ ആയിട്ടുള്ള സാമ്പിളിൻ്റെ വെയിറ്റ്, അതിനെയാണ് സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയാം. അപ്പം സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് സോളിഡ് ക്യാപിറ്റൽ ലെറ്റർ G കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് റേഷ്യോ ഓഫ് മാസ് ഓഫ് ഗിവൺ വോളിയം ഓഫ് സോളിഡ്, നമ്മുടെ സോയിലിലെ സോളിഡ് പോർഷൻസിൻ്റെ വോളിയം ടു മാസ് ഓഫ് ഈക്വൽ വോളിയം ഓഫ് വാട്ടർ അറ്റ് 4 ഡിഗ്രി സെൽഷ്യസ്. ഈ അറ്റ് 4 ഡിഗ്രി സെൽഷ്യസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ സ്പെസിഫിക് ഗ്രാവിറ്റി എപ്പോഴും പറയുമ്പം അതിൻ്റെ ടെമ്പറേച്ചർ നമ്മൾ യൂഷ്വലി കാണിക്കണം. ടെമ്പറേച്ചർ പറഞ്ഞിട്ടാണ് നമ്മൾ വാട്ടർ ഇക്വലൻ്റ് ആയിട്ട് എത്ര വെയിറ്റ് ആണെന്നുള്ളത് നമ്മൾ പറയുന്നത്. അപ്പം എപ്പോഴും എഴുതുമ്പം ടെമ്പറേച്ചർ ഒരിക്കലും മാറ്റി എഴുതരുത്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് റേഷ്യോ ഓഫ് മാസ് ഓഫ് ഗിവൺ വോളിയം ഓഫ് സോളിഡ്സ് ടു മാസ് ഓഫ് ഈക്വൽ വോളിയം ഓഫ് വാട്ടർ. നമ്മൾ എത്രത്തോളം സോളിഡ് ആണോ എടുക്കുന്നത് അതിന് ഈക്വൽ ആയിട്ടുള്ള വാട്ടറിൻ്റെ മാസ്, ആ റേഷ്യോനെയാണ് നമ്മൾ എന്ത് പറയുക? സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് സോളിഡ്സ് എന്ന് പറയാം. G കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുക. അതിൻ്റെ ഇക്വേഷനാണ് ρS/ρW. എന്താ ഈ റോ? എന്താ FM-ലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. റോ ഇതാണ് ഡെൻസിറ്റി. ഡെൻസിറ്റി. ഡെൻസിറ്റി ഓഫ് സോളിഡ്സ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ. അങ്ങനെയാണ് യൂഷ്വലി നമ്മൾ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് സോളിഡ്സ് കാണിക്കുന്നത്. ഇനി അല്ലെങ്കിൽ വേറൊരു രീതിയിലും പറയാം, ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ഡെൻസിറ്റി ഓഫ് സോയിൽ സോളിഡ്സ് ടു ഡെൻസിറ്റി ഓഫ് വാട്ടർ അറ്റ് 4 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, എഴുതിയോ? സ്പീഡ് കൂടുതലാണെങ്കിൽ പറയണം കേട്ടോ. Then ഡെൻസിറ്റി ഓഫ് വാട്ടർ അറ്റ് 4 ഡിഗ്രി സെൽഷ്യസ്. നമ്മൾ വാട്ടറിൻ്റെ ഡെൻസിറ്റി യൂഷ്വലി നമ്മൾ എടുക്കുന്നത് 1 gram per cc അല്ലെങ്കിൽ 1000 kilogram per meter cube അല്ലെങ്കിൽ 1 megagram per meter cube. ഡെൻസിറ്റി ഓഫ് വാട്ടർ അറ്റ് 4 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ 1 gram per cc അല്ലെങ്കിൽ 1000 kilogram per meter cube അല്ലെങ്കിൽ 1 megagram per meter cube. അത് എഴുതി വെച്ചോട്ടോ, പ്രോബ്ലം ചെയ്യുമ്പോൾ എപ്പോഴും ആവശ്യമുണ്ട് അത്. പല യൂണിറ്റിൽ തരാൻ കാരണം യൂണിറ്റ് തന്നിരിക്കുന്ന പല ക്വസ്റ്റ്യനും പലതായിരിക്കും. അപ്പോൾ കൺവേർട്ട് ചെയ്യാൻ അറിയില്ലെങ്കിൽ എളുപ്പത്തിൽ ഇത് പഠിച്ചു വയ്ക്കുക. സെന്റിമീറ്റർ, ക്യൂബിക് സെന്റിമീറ്റർ. 1 gram per cc cubic centimeter. Okay. ഓക്കെ, അടുത്ത് പറയട്ടെ. ഇനി ഈ സ്പെസിഫിക് ഗ്രാവിറ്റിക്ക് 2 സബ് ഡിവിഷൻസ് പോലെയാണ് പറയുക. ഓക്കെ, 2 സബ് ഡിവിഷൻസ് പോലെ അല്ലെങ്കിൽ അതിൻ്റെ 2 താഴെ 2 റിലേറ്റ് ചെയ്യുന്ന 2 പോർഷൻസ് ആണ് മാസ് സ്പെസിഫിക് ഗ്രാവിറ്റിയും ആബ്സല്യൂട്ട് സ്പെസിഫിക് ഗ്രാവിറ്റി. ഓക്കെ, അതിൽ മാസ് സ്പെസിഫിക് ഗ്രാവിറ്റി GM, G സഫിക്സ് M ആയിരിക്കും ഡിനോട്ട് ചെയ്യുക. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് മാസ് ഡെൻസിറ്റി ഓഫ് സോയിൽ ടു മാസ് ഡെൻസിറ്റി ഓഫ് വാട്ടർ. നമ്മളൊരു സോയിൽ സാമ്പിൾ എടുത്താൽ ആ സോയിലിൻ്റെ ഡെൻസിറ്റി, മാസ് ഡെൻസിറ്റി ഡിവൈഡഡ് ബൈ വാട്ടറിൻ്റെ ഡെൻസിറ്റി ആണ് എന്ത്? മാസ് സ്പെസിഫിക് ഗ്രാവിറ്റി. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് അപ്പാരൻ്റ് എന്നാണ്, അപ്പാരൻ്റ് സ്പെസിഫിക് ഗ്രാവിറ്റി ഓർ ബൾക്ക് സ്പെസിഫിക് ഗ്രാവിറ്റി.
പറയുന്ന വേറെ 2 പേരാണ്. അപ്പാരൻ്റ് എന്നാണ്, അപ്പാരൻ്റ് സ്പെസിഫിക് ഗ്രാവിറ്റി അല്ലെങ്കിൽ ബൾക്ക് സ്പെസിഫിക് ഗ്രാവിറ്റി. മാസ് സ്പെസിഫിക് ഗ്രാവിറ്റി, മാസ് ഡെൻസിറ്റി ഓഫ് സോയിലാണ്, സോയിലിൻ്റെ മൊത്തത്തിലുള്ള ഡെൻസിറ്റി ഡിവൈഡഡ് ബൈ വാട്ടറിൻ്റെ ഡെൻസിറ്റി, അതിനെയാണ് മാസ് സ്പെസിഫിക് ഗ്രാവിറ്റി. G(m), ക്യാപിറ്റൽ ലെറ്റർ G(m). അപ്പാരന്റ് എന്നാണോ? അപ്പാരൻ്റ് അപ്പാരൻ്റ് അപ്പാരൻ്റ്. സ്പെല്ലിംഗ് മിസ്റ്റേക്കാ. അപ്പാരൻ്റ് ഓർ ബൾക്ക് സ്പെസിഫിക് ഗ്രാവിറ്റി. ഓക്കെ, അടുത്തൊരു സ്പെസിഫിക് ഗ്രാവിറ്റിയുടെ നെക്സ്റ്റ് ഒരു ടേമാണ് ആബ്സല്യൂട്ട് സ്പെസിഫിക് ഗ്രാവിറ്റി. G(small letter a) കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുക. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ആബ്സല്യൂട്ട് സോളിഡ്, ആബ്സല്യൂട്ട് സോളിഡിൻ്റെ ഡെൻസിറ്റി, ആബ്സല്യൂട്ട് സോളിഡ്സിൻ്റെ ഡെൻസിറ്റി. അതുകൊണ്ടാണ് സോളിഡ്സിൻ്റെ ഡെൻസിറ്റി ആണ്, അത് ആബ്സല്യൂട്ട് വാല്യൂ ആണ്. എന്താണ് ആബ്സല്യൂട്ട് സോളിഡ് എന്ന് പറയാം. അതിൻ്റെ ആബ്സല്യൂട്ട് വാല്യൂ ആണെന്ന് കാണിക്കാനാണ് നമ്മൾ തൊട്ട് ബ്രാക്കറ്റിൽ പുറത്ത് എ എന്ന് എഴുതിയേക്കണേ. അപ്പം സോളിഡ്സിൻ്റെ ആബ്സല്യൂട്ട് ഡെൻസിറ്റി ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ, അതിനെയാണ് ആബ്സല്യൂട്ട് സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയാം. ഇനി ആബ്സല്യൂട്ട് സോളിഡ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു സോയിൽ സാമ്പിൾ എടുക്കുകയെന്ന് വിചാരിച്ചോ, അതിലെ സോളിഡ് പോർഷൻ, ആ സോളിഡ് പോർഷനിൽ പെർമിയബിൾ ആയിട്ടുള്ള വോയിഡും കാണും, ഇംപെർമിയബിൾ ആയിട്ടുള്ള വോയിഡ്സും കാണും. പെർമിയബിൾ എന്ന് പറഞ്ഞാൽ വാട്ടർ കടത്തി വിടുന്ന വോയിഡ്സ്, അല്ലെങ്കിൽ ഇൻപെർമിയബിൾ എന്ന് പറഞ്ഞാൽ വാട്ടർ കടത്തി വിടാത്ത സ്പേസ്. ഈ 2 സ്പേസും അവോയ്ഡ് ചെയ്തതിന് ശേഷം, എക്സ്ക്ലൂഡ് ചെയ്തതിന് ശേഷം റിമൈനിങ് വോളിയം എത്രത്തോളമാണോ അതിനെയാണ് ആബ്സല്യൂട്ട് വോളിയം ഓഫ് സോളിഡ്സ്. ഒരു സോളിഡ് പോർഷൻ എടുത്താൽ അതിൽ നിന്ന് പെർമിയബിൾ ആയിട്ടും ഇൻപെർമിയബിൾ ആയിട്ടുള്ള വോയിഡ്സിനെ റിമൂവ് ചെയ്തതിന് ശേഷം ബാക്കി റിമൈനിങ് ആയിട്ടുള്ള സോളിഡിൻ്റെ വോളിയം, അതിനെയാണ് ആബ്സല്യൂട്ട് വോളിയം ഓഫ് സോളിഡ്സ് എന്ന് പറയാം. ക്ലിയർ ആയോ? ഒരു സോളിഡ് പോർഷൻ എടുത്താൽ അതിലെ പെർമിയബിൾ ഇംപെർമിയബിൾ വോയിഡ്സ് എക്സ്ക്ലൂഡ് ചെയ്തതിന് ശേഷം റിമൈനിങ് ആയിട്ടുള്ള വോളിയം, സോളിഡ്സിൻ്റെ റിമൈനിങ് വോളിയം, അതിനെയാണ് ആബ്സല്യൂട്ട് വോളിയം ഓഫ് സോളിഡ്സ് എന്ന് പറയാം. ഓക്കെ, എഴുതിയോ എല്ലാവരും? ഹലോ, ഓക്കെ, എഴുതിയെങ്കിലും ഒന്ന് പറയണം, എനിക്ക് അല്ലെങ്കിൽ മനസ്സിലാവില്ല. നമ്മൾ ഓൺലൈൻ ക്ലാസ് ആണ്, ലൈവ് ക്ലാസ് ആണെങ്കിൽ നമുക്ക് കാണാം. ഓക്കെ, ഇനി ഒരു 5-6 ഇക്വേഷൻസും കൂടെ ഉണ്ട്. ഇതും കൂടെ പറഞ്ഞാൽ നിങ്ങൾ എല്ലാം കൂടെ ഉൾക്കൊള്ളുമോ? അതല്ല പറയാം. ഒറ്റയടിക്ക് എല്ലാം കൂടെ പറഞ്ഞാലേ, അതാ ഞാൻ ചോദിച്ചേ. ഇനി കണ്ടോ, 8.1 to 8.5 വരെ ഉണ്ട്, അതുപോലെ തന്നെ 9 to 9.5 വരെ ഉണ്ട്. സിമ്പിൾ ടേംസ് ആണ്. ഈ ഇക്വേഷൻസ് പഠിക്കാതെ ഇനി ഇത് തമ്മിലുള്ള റിലേഷൻസ്, ഡെറിവേഷൻസ് ആണ് പഠിക്കാൻ പോണേ. അപ്പൊ ഈ ഇക്വേഷൻസ് മാറിപ്പോവാതെ പഠിക്കണം. അപ്പൊ ഒരു കാര്യം ഞാൻ തൽക്കാലം ഇവിടെ വെച്ച് നിർത്താന്ന്.
ഇനി അങ്ങോട്ടുള്ള ഒരു 10 ഇക്വേഷൻസും കൂടെ ഉണ്ട്. ആ 10 ഇക്വേഷനും കൂടെ കഴിഞ്ഞ് കഴിയുമ്പോൾ ചിലപ്പോൾ എല്ലാവർക്കും കൺഫ്യൂഷൻ ആവും. പിന്നെ ഇനി പഠിക്കാനുള്ളത് ഇപ്പം ഈ പഠിച്ച ഇക്വേഷൻസ് എല്ലാത്തും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെയാണ് റിലേറ്റ് ചെയ്യണേ, അത് ഡെറിവേഷൻസും ആണ് ഇനി പഠിക്കാനുള്ളത്. ഒരു സെക്കൻഡ് വെരി സോറി ഒരു കുഞ്ഞു മോൻ അവനിങ്ങനെ ക്ലാസ് എടുക്കുമ്പോൾ ഇടയ്ക്ക് വരും. ഓക്കെ, ഞാൻ ഒരു കാര്യം ചെയ്യാം, ഇന്നിപ്പോൾ ഇവിടെ വെച്ച് നിർത്താം. ഇനി അടുത്ത ക്ലാസ് പറയാം. അപ്പം അതുവരെ വരുമ്പം ഈ ഇക്വേഷൻസ് മറന്നു പോകരുത്. അതെങ്ങനെയെങ്കിലും നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. ഇപ്പം പഠിച്ചു വെച്ചാൽ കുറച്ചുകൂടെ എളുപ്പമുണ്ട്, അവസാനത്തേക്ക് വയ്ക്കാതിരിക്കുക. അതിനുശേഷം വേണം ഇതിൻ്റെ ഡെറിവേഷൻസ് ഉണ്ട്, ഇത് അതും അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെയാണ് റിലേഷൻസ് എന്നുള്ളതും ഉണ്ട്. ഓക്കെ, മിസ് അറ്റൻഡൻസ് എടുക്കണ്ടേ? അറ്റൻഡൻസ് ഞാൻ എടുത്തോളാം. നോട്ട് ഷെയർ ചെയ്യോ? നോട്ട് ഷെയർ ചെയ്യാം. നോട്ടിൽ എഴുതി വെക്കാലോ. എന്തോ ഈ ഇക്വേഷൻസ് എഴുതി വെക്കാലോ നോട്ടില്. ഞാൻ നോട്ട് ഈ ഇക്വേഷൻസ് പറഞ്ഞുതരാം. ബാക്കി ഇക്വേഷൻസ് ഞാൻ ക്ലാസ് എടുത്ത് തരാം. എല്ലാം കൂടെ ഇന്ന് ഒരു ദിവസം പറയണ്ടല്ലോ എന്ന് ഓർത്ത് ഞാൻ നിർത്തിയതാണ് അവിടെ വെച്ച്. ഞങ്ങൾ നോട്ടിൽ എഴുതി വെക്കണമെന്ന് വെച്ചതാ നേരത്തെ. എഴുതി വെക്കണവർക്ക് വെക്കാം, സമയം കിട്ടണ പോലെ. അത് എനിക്ക് ഒരു കുഴപ്പമില്ല, എഴുതോ എങ്ങനെ വേണേലും ആകാം. എഴുതിക്കൊണ്ട് വന്നാൽ എനിക്ക് എളുപ്പമുണ്ട്, പെട്ടെന്ന് പറഞ്ഞു തീർക്കാം. നിങ്ങൾ ക്ലാസ്സിൽ എഴുതുന്നവരുണ്ടാവും, അപ്പം അത് നിങ്ങൾ ഓരോരുത്തരുടെ കൺവീനിയൻസ് എങ്ങനെയാണോ അതുപോലെ ചെയ്യുക. ഒന്നെങ്കിൽ എഴുതുവാണെങ്കിൽ എല്ലാവരും എഴുതണം, എഴുതിയില്ലെങ്കിൽ ആരും എഴുതരുത്. അങ്ങനെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വരരുത്. ഇനി ഇത് എഴുതണ്ട, പ്രിന്റ് എടുത്താൽ മതി എന്നുള്ളവർക്ക് പ്രിന്റ് എടുത്ത് വയ്ക്കാം. പക്ഷെ ഞാൻ എപ്പോഴും ഞാൻ ഒരിക്കലും പ്രിന്റ് എടുത്ത് വെച്ചിട്ട് ഇക്വേഷൻസ് പഠിക്കാൻ പറയില്ല. വൺസ് ഒരു പ്രാവശ്യമെങ്കിലും എഴുതുക, എന്നാലാണ് ഇത് ഓർത്തിരിക്കാൻ പറ്റുള്ളൂ. ഒരു പ്രാവശ്യം കൊണ്ട് ഒന്നും ഓർക്കില്ല, പക്ഷെ എന്നാലും ഒരാശ്വാസം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ഞാൻ ബാക്കി അടുത്ത ക്ലാസ്സിൽ എടുക്കാം. കാരണം ഇനി ഒരു 10 ഇക്വേഷൻസ് കൂടെ ഉണ്ട്. അതും കൂടെ പറഞ്ഞു കഴിയുമ്പോൾ എല്ലാവരും ആദ്യം പറഞ്ഞൊന്നും ഓർമ്മയുണ്ടാവില്ല. അപ്പോൾ ആദ്യത്തെ 7 എണ്ണം അത്യാവശ്യം ഒന്ന് പഠിച്ചു വയ്ക്കുക, എന്നിട്ട് നമുക്ക് അടുത്ത് പഠിക്കാം. ഓക്കെ. ഓക്കെ മിസ്, താങ്ക് യു.